17-ാം നൂറ്റാണ്ടിലെ ലണ്ടൻ നഗരം. ഇന്ന് നാം കാണുന്ന ലണ്ടൻ നഗരത്തിന് നേരെ വിപരീതമായിരുന്നു അന്നത്തെ ലണ്ടൻ. തിരക്കേറിയതും വൃത്തിഹീനവുമായ ഒരു സ്ഥലം. കെട്ടിടങ്ങൾ ഭൂരിഭാഗവും തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1665 പ്ലേഗ് ബാധയ്ക്ക് ശേഷം ആ നഗരം തിരിച്ചുവരവിന്റെ പാതയിലായിരുന്നു. ജനസംഖ്യയുടെ 1/4 പേരെയാണ് പ്ലേഗ് അന്ന് കൊന്നൊടുക്കിയത്. നഗരത്തിന്റെ സമ്പദ് വ്യവസ്ഥയും ദുർബലമായിരുന്നു. എന്നാൽ കാലം ലണ്ടന് മറ്റൊരു ദുരന്തം കൂടി കാത്തുവെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ. 1666 സെപ്റ്റംബർ 2-നാണ് ലണ്ടൻ നഗരത്തെ ചുട്ടരിച്ച തീപിടുത്തത്തിന്റെ തുടക്കം. തോമസ് വാഗ്നർ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള തേംസ് നദിക്ക് സമീപത്തെ പുഡിംഗ് ലൈനിലെ ഒരു ചെറിയ ബേക്കറിയിൽ നിന്നാണ് തീപിടുത്തമുണ്ടായതെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ജനങ്ങളുടെ പാപങ്ങൾക്കുള്ള ദൈവത്തിന്റെ ശിക്ഷയാണ് തീയെന്ന് വിശ്വസിച്ചവരുമുണ്ട്. ശക്തമായ കിഴക്കൻ കാറ്റിന്റെ സഹായത്തോടെ തീ മൈലുകളോളം അതിവേഗം നഗരത്തിലൂടെ പടർന്നു. മണിക്കൂറുകൾക്കകം സമീപത്തെ കെട്ടിടങ്ങളിലേക്കും തെരുവുകളിലേക്കും വ്യാപിച്ചു. സെപ്റ്റംബർ 2 മുതൽ സെപ്റ്റംബർ 6 വരെ 4 ദിവസത്തോളമാണ് തീ നഗരത്തിൽ നാശം വിതച്ചത്. ഏകദേശം 87 പള്ളികളും 13,000 വീടുകളും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും അഗ്നിക്കിരയായി. സെന്റ് പോൾസ് കത്തീഡ്രൽ പോലുള്ള ലണ്ടൻ നഗരത്തിന്റെ മുഖമുദ്രയായിരുന്ന കെട്ടിടങ്ങൾ കത്തി നശിച്ചു. കത്തീഡ്രൽ പിന്നീട് സർ ക്രിസ്റ്റഫർ റൈൻ പുനർനിർമ്മിക്കുകയായിരുന്നു. ഏകദേശം 1 ലക്ഷത്തോളം ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു. ഔദ്യോഗിക രേഖകളിൽ 6 പേർ മരിച്ചതായാണ് കണക്ക്. എന്നാൽ യഥാർത്ഥ കണക്കുകൾ അതിലും ഉയർന്നതായിരുന്നു. നഗരത്തിൽ നിന്ന് ഭൂരിഭാഗം ആളുകളും പലായനം ചെയ്തതാണ് മരണസംഖ്യ കുറയാൻ കാരണമാക്കിയത്. ചീഫ് സൈഡ്, കോൺഹിൽ എന്നിവയടക്കമുള്ള വാണിജ്യ മേഖലകൾ പൂർണ്ണമായി കത്തിനശിച്ചു. എന്നാൽ ലണ്ടൻ ടവർ, വെസ്റ്റ്മിൻസ്റ്റർ തുടങ്ങിയവയെ അഗ്നിബാധ ബാധിച്ചില്ല. അഗ്നിബാധയ്ക്ക് ശേഷം ലണ്ടൻ എന്ന നഗരത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാണ് ലോകം സാക്ഷിയായത്. നഗരത്തിലെ തെരുവുകൾ പുനർരൂപകൽപ്പന ചെയ്യുന്നതിനും വിശാലമായ റോഡുകൾ സൃഷ്ടിക്കുന്നതിനും പുതിയ കെട്ടിട നിർമ്മാണ ശൈലികൾ സ്വീകരിക്കുന്നതിനും സർക്കാർ അവസരം മുതലെടുത്തു. ഇഷ്ടികയും കല്ലും കൊണ്ട് കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ആരംഭിച്ചു. തീപിടുത്തത്തിന് ശേഷം കെട്ടിടങ്ങൾക്ക് ശരിയായ മാലിന്യ നിർമ്മാർജ്ജനം ഉണ്ടെന്ന് ഉറപ്പാക്കുവാൻ അധികാരികൾ ആവശ്യപ്പെട്ടു. ശുചിത്വവും പൊതുജനാരോഗ്യവും മെച്ചപ്പെടുത്തുന്നതിന് പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. പതിയെ ലണ്ടൻ എന്ന നഗരത്തിന്റെ മുഖം തന്നെ മാറാൻ തുടങ്ങി. മരം കൊണ്ടുള്ള വീടുകൾക്ക് പകരം കല്ലുകൊണ്ടും ഇഷ്ടിക കൊണ്ടും നിർമ്മിച്ച വീടുകൾ വന്നു. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലും കാര്യമായ പുരോഗതി ലണ്ടൻ നഗരത്തിലുണ്ടായി. ചരിത്രത്തിൽ നടന്ന മറ്റൊരു സംഭവത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.